അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ബീച്ചാണ്. ഇനി അവിടെ പോയിട്ട് അപ്പം നമ്മുടെ ബേബി പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ ക്ലാൻവേ വെക്കൻ എന്നാണ്. അതൊരു വെൽഷ് നെയിമാണ്. അപ്പം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അതൊരു കോസ്റ്റൽ റീജിയനാണ്. ലൈക്ക് അവിടെ നമ്മുടെ സീ ഷോറ്, അതായത് കടൽ കയറി കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മൗണ്ടെയിനാണ്. സോ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീജിയനാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് ആ ബീച്ച്. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് എല്ലാവർക്കും സ്വിമ്മ് ചെയ്യണമെന്നായിരുന്നു ആ ബീച്ചിൽ. അവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. എന്നിരുന്നാലും ആ ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള വീടുകളും ആ മൗണ്ടെയിനും സൈഡിലായിട്ട് ആ ബീച്ച് കാണുന്നതും ഒരു അടിപൊളി സീനറി ആയിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാൻ. അങ്ങനെ പതുക്കെ ഞങ്ങളെല്ലാവരും കൂടെ ആ ബീച്ചിൻ്റെ ഒരു സൈഡിലൂടെയുള്ള ഒരു വാക്ക് വേയിൽ കൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ പോവുകയാണ്. എന്തായാലും സ്വിമ്മ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലാവരും ഒന്ന് കാല് നനയ്ക്കാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. Because I'm a girl, you need to help me when inside. You want to help me, but I have the care, baby, I'm enough, yeah. Because I'm a girl, you need to help me. അങ്ങനെ കാലൊക്കെ നനച്ച് എല്ലാ കുട്ടി ഗ്യാങ്ങുകളും ഭയങ്കര ഹാപ്പി ആയിട്ട് നിരന്ന് ഫോട്ടോ എടുക്കാനുള്ള പോസിനായി നിൽക്കുന്ന ഒരു രംഗമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നപ്പോൾ അവിടെ ഒരു പുള്ളി കൈറ്റ് സർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അടാറ് സീനറിയൊക്കെ കണ്ട് അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി തിരിച്ച്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ.